ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ പ്രകാരം 4 കിലോ കഞ്ചാവുമായി ബംഗാൾ സ്വദേശികൾ പിടിയിലായിരിക്കുകയാണ്. സ്വാമി വേഷത്തിലാണ് ഇവർ ഈ ഒരു കഞ്ചാവ് കടത്താൻ ശ്രമം നടത്തിയിരിക്കുന്നതും. നമുക്കറിയാം, ഇപ്പോൾ പൊതുവെ എടുത്തു പറയുന്ന ഒരു കാര്യം സ്വാമിമാരാണ് കഞ്ചാവ് കൂടുതലായി ഉപയോഗിക്കുന്നതെന്നും അതുമാത്രമല്ല അവരെ ഒരു ബ്രാൻഡായിട്ടാണ് കണക്കാക്കുന്നതും. അതുകൊണ്ട് തന്നെ സ്വാമിമാരുടെ വേഷം ഇത്തരത്തിലുള്ളവർ ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ ഒരു നേർക്കാഴ്ച കൂടിയാണ് ഇപ്പോൾ കാണാൻ സാധിച്ചിരിക്കുന്നത്. ഈ 2 ബംഗാൾ സ്വദേശികളെയും അമരവിള ചെക്ക് പോസ്റ്റിൽ വെച്ചാണ് എക്സൈസ് സംഘം പിടികൂടിയിരിക്കുന്നതും. ഇവർ നാഗർകോവിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്നു. ഇവിടെ തമിഴ്നാട് ആ ഒരു ബസ്സിൽ വെച്ചാണ് എക്സൈസ് വലയിൽ കുടുക്കിയതും. ബംഗാൾ സ്വദേശിയായ പരിമാൾ മണ്ഡൽ, പഞ്ചൻ മണ്ഡൽ എന്നിവരാണ് പിടിയിലായിരിക്കുന്നതും. ഇവരുടെ പക്കൽ നിന്ന് 4.5 കിലോ കഞ്ചാവാണ് പിടികൂടിയിരിക്കുന്നത്. കൈവശം 2 തുണി സഞ്ചികൾ അതിലാക്കിയായിരുന്നു ഇവർ കഞ്ചാവ് കൊണ്ടുവന്നതും. ചെക്ക് പോസ്റ്റിൽ സാധാരണ പരിശോധന നടത്തുന്ന സമയത്ത് തന്നെയാണ് ഇവരെ പിടികൂടിയിരിക്കുന്നതും. സ്വാമിമാരുടെ വേഷത്തിലുണ്ടായിരുന്ന ഇവരുടെ തുണിസഞ്ചി പരിശോധിച്ചപ്പോഴാണ് ഈ ഒരു സഞ്ചിക്കുള്ളിൽ 3 കിലോയോളം, അതായത് 600 ഗ്രാം ഭാരമുള്ള മുന്തിയ ഇനം കഞ്ചാവാണ് ഇവരുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തിരിക്കുന്നത്. കഞ്ചാവ് ചെടി കൊണ്ട് അത് വെട്ടി നുറുക്കി ത്രെഡുകളാക്കി ഉണക്കിയ നിലയിലായിരുന്നു പിടികൂടിയ കഞ്ചാവ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നതും. വില കൂടിയ കഞ്ചാവാണെന്ന് ധരിപ്പിക്കാൻ വേണ്ടി സ്വാമി വേഷത്തിലുള്ള ഈ ഒരു വേഷം ധരിച്ചുകൊണ്ടായിരുന്നു ഇവർ വിതരണത്തിനായി ഹോൾസെയിൽ വ്യാപാരികൾ ചുമതലപ്പെടുത്തിക്കൊണ്ടാണ് വന്നതും. അതുപോലെ തന്നെ പാച്ചലൂർ സ്വദേശിക്ക് വേണ്ടിയാണ് ഈ ഒരു കഞ്ചാവ് കൊണ്ടുവന്നതെന്നാണ് ഈ ബംഗാൾ സ്വദേശികൾ ഇപ്പോൾ പിടിയിലായതിനു ശേഷം നൽകിയിരിക്കുന്ന മൊഴി. അതേസമയം അമരവിള ചെക്ക് പോസ്റ്റിൽ നിന്നും പിടികൂടുന്ന ഒരു ആദ്യത്തെ കഞ്ചാവ് കേസ് അല്ല ഇതെന്നതാണ് മറ്റൊരു വസ്തുത. ഇക്കഴിഞ്ഞ ദിവസവും ബംഗളൂരുവിൽ നിന്നും 190 ഗ്രാം കഞ്ചാവുമായി വന്ന കൊല്ലം സ്വദേശി ഒരു യുവാവിനെ പോലീസ് പിടികൂടുകയും ചെയ്തിരുന്നു. കൊല്ലം സ്വദേശിയായ സുഹേൽ നസീറാണ് പിടിയിലായതും. ഇയാൾ ബംഗളൂരിൽ നിന്ന് വരുന്ന സ്വകാര്യ ബസ്സിൽ നടത്തിയ പരിശോധനയ്ക്കിടയിലായിരുന്നു പ്രതി പിടിയിലാകുന്നതും. ഈ ഒരു പ്രതിയുടെ കയ്യിൽ നിന്നും 190 ഗ്രാം MDMA ആണ് പിടിച്ചെടുത്തതും. സുഹേലിനെ നെയ്യാറ്റിൻകര കോടതിയിൽ പിന്നീട് ഹാജരാക്കുകയാണ് ചെയ്തത്. ഇയാളെ പിടികൂടിയ പോലീസ് സംഘം സ്ഥലത്ത് വെച്ച് തന്നെ ഇയാളെ പരിശോധിക്കുകയും കാര്യങ്ങൾ വ്യക്തമായി തന്നെ ചോദിച്ച് അറിയുകയാണ് ചെയ്തത്. അതേസമയം ഇപ്പോൾ നെയ്യാറ്റിൻകരയിൽ നിന്നും MDMA അതുപോലെ കഞ്ചാവ് പിടികൂടിയ കേസുകൾ മറ്റു പലതും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനു മുൻപും ലഹരിയുമായ വ്യക്തികൾ പിടിയിലായിട്ടുണ്ട്. അതുപോലെ നെയ്യാറ്റിൻകര അമരവിള ചെക്ക് പോസ്റ്റിൽ നിന്നും കഴിഞ്ഞ ആഴ്ച മയക്കുമരുന്ന് ഗുളികയുമായി മണിപ്പൂർ സ്വദേശിയെ പിടികൂടിയ വാർത്തകളടക്കം പുറത്തു വന്നിരുന്നു. മണിപ്പൂർ സ്വദേശി ബിനോയ് ഗുരുങ്ങിൽ ആണ് പിടിയിലായത്. ഇയാളിൽ നിന്ന് നിരോധിത ലഹരി വസ്തുക്കൾ കണ്ടെടുക്കുകയും ചെയ്തു. ഷെഡ്യൂൾ H പ്രിസ്ക്രിപ്ഷൻ ഗ്രേഡ് ആയ 25.7 ഗ്രാം ട്രമോൾ ഗുളികകളായിരുന്നു ഇയാളുടെ കയ്യിൽ നിന്നും പിടികൂടിയത്. ബംഗളൂരുവിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്യവെയായിരുന്നു പ്രതി പിടിയിലാകുന്നതും. അമരവിള എക്സൈസ് ചെക്ക് പോസ്റ്റിൽ എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ സംശയം തോന്നിയ ഇയാളെ പരിശോധിച്ചപ്പോഴായിരുന്നു നിരവധി ലഹരി ഗുളികകൾ ഇയാളുടെ കയ്യിൽ നിന്നും കണ്ടെത്തുന്നത്. യുവാവിന്റെ ഷൂസിനടിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ലഹരി വസ്തു ഉണ്ടായിരുന്നത്. തിരുവനന്തപുരത്ത് കരിക്കകത്തെ ഒരു സലൂണിൽ തൊഴിലാളിയായി ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. പ്രതിയെ ഉടനടി തന്നെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു. അതേസമയം കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് നെയ്യാറ്റിൻകരയിൽ 2 ലക്ഷം രൂപയോളം മൂല്യമുള്ള MDMAയുമായി കാപ്പ കേസ് ഉൾപ്പെടെ 23ഓളം കേസുകൾ പ്രതിയായ ഒരു യുവാവ് പിടിയിലായിരുന്നു. നെയ്യാറ്റിൻകര എക്സൈസ് പോലീസാണ് ഇയാളെ പിടികൂടിയത്. മലയൻകീഴ് അണപ്പാട് സ്വദേശിയായ അർജുനാണ് പിടിയിലായതും. ബംഗളൂരുവിൽ നിന്നും വൻതോതിൽ MDMAയും അതുപോലെ തന്നെ കഞ്ചാവും കടത്തുകയും കാപ്പ കേസ് ഉൾപ്പെടെ തന്നെ നിരവധി മയക്കുമരുന്ന് കേസുകളും 7ഓളം മാലമോഷണ കേസുകളും 10ഓളം ബൈക്ക് മോഷണ കേസുകളും ഉൾപ്പെട്ട ഒരു പ്രതി കൂടിയാണ് ഇയാൾ. നെയ്യാറ്റിൻകര എക്സൈസ് ലോഞ്ച് ഇൻസ്പെക്ടറായ പ്രശാന്തിന്റെയും റേഞ്ച് പാർട്ടിയുടെയും സംയുക്തമായ ഒരു ഏകദേശം 1 മാസത്തോളം നീണ്ട രഹസ്യ നീക്കത്തിനൊടുവിലായിരുന്നു ഇയാളെ വളരെ തന്ത്രപരമായി പിടികൂടുന്നതും. എക്സൈസ് സംഘത്തിനെ കണ്ട പ്രതി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിൽ പോലും പിന്നീട് വലയിലാവുകയാണ് ചെയ്തത്. ബലപ്രയോഗത്തിലൂടെയാണ് പ്രതിയെ കീഴടക്കുന്നതും. 45 ഗ്രാം MDMAയും അതുപോലെ തന്നെ 52 ഗ്രാമോളം കഞ്ചാവുമായിരുന്നു ഇയാളുടെ കൈവശത്തു നിന്നും പിടികൂടിയത്. അതുപോലെ തന്നെ ചില്ലറ വിൽപ്പന നടത്തുന്നതിന് ഇടയിലായിരുന്നു നെയ്യാറ്റിൻകര എക്സൈസ് സംഘത്തിന്റെ പിടിയിലാകുന്നതും. മാർക്കറ്റിൽ 2 ലക്ഷത്തോളം രൂപ മൂല്യമുള്ള MDMAയും കഞ്ചാവുമാണ് ഇയാളുടെ കയ്യിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.